Please. No. Please. No. Okay, I am going. Going oh. Da please. Okay. Only 2 minutes. Only 2 more minutes. Oh. Yesterday, holiday. What program? Yesterday, I wake up early in the morning. Gina, Jolly and myself went to church for Sunday Mass. We eat breakfast. Sorry, eat later. We had breakfast from a hotel. Then we went to Reshma's home for the function. There we had a lot What function? Reshma's child's... Reshma's child's... What function? പുല്ല്. ഈ ചരടിന് എന്തോട് ഇംഗ്ലീഷ് പറയുന്നേ? ആ ഞാൻ പറഞ്ഞില്ലേ ഈ ഇംഗ്ലീഷ് നടപടിയാണ് കേസല്ല, നമുക്ക് മലയാളം മതിയെന്നേ. ഹലോ, ഇംഗ്ലീഷ് പഠിക്കല്ലേ? ദാ പുള്ളിനെ സംസാരിച്ചാൽ മതി. പുള്ളിനെ കണ്ടാലറിയാം മുടിഞ്ഞ ഇംഗ്ലീഷാണെന്ന്. അയ്യോ അതൊന്നും പറ്റൂല. നമ്മളെക്കാളും കുറച്ച് ഇംഗ്ലീഷ് അറിയാവുന്നവരോട് സംസാരിച്ചാലേ നമുക്ക് കോൺഫിഡൻസ് കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റും. ഓഹോ. ഡാ, ഞാൻ പറഞ്ഞിട്ടില്ലേ മണിപ്പാലിൽ എന്റെ കൂടെ പഠിച്ച എന്റെ ക്ലോസ് ഫ്രണ്ട് അപർണ. ഓപർണ. ബംഗാളിൽ എങ്ങനെ പറയണേ? വെക്കേഷന് ഞാൻ അവളുടെ കൂടെ അവിടെ നാട്ടിൽ പോയിട്ടുണ്ട്. ഫസ്റ്റ് കണ്ടു മെട്രോ സിറ്റി ആയതുകൊണ്ട് എന്തോ കൊൽക്കട്ട എനിക്ക് വല്ലാണ്ട് ഇഷ്ടായി. പിന്നെ പോയത് അവളുടെ കല്യാണത്തിനാ. എനിക്കെന്തോ അവിടെ സെറ്റിലായി കൊള്ളാവുന്നുണ്ട്. അവൾ ഇപ്പോഴും വിളിച്ചോണ്ടിരിക്കുവാ. ആ സപ്ലൈ ഒക്കെ എഴുതി കഴിഞ്ഞിട്ട് വേണം. ഓ ഓക്കെ. അതെ, ഞാനൊരു മെസ്സേജ് അയച്ചായിരുന്നു, റിപ്ലൈ ഒന്നും കണ്ടില്ല. അതിന് റിപ്ലൈ ചെയ്തല്ലോ. പറഞ്ഞോണോ? ഓ ചേട്ടാ, ഇവിടെ പ്ലാസ്റ്റർ എടുത്തെങ്കിലും കുറച്ച് ദിവസത്തേക്ക് വെള്ളം നനയ്ക്കണ്ട കേട്ടോ. ആ ഓക്കെ. ഒരാഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും വണ്ടി എടുക്കാൻ ബാംഗ്ലൂർക്ക് വരികയാണെങ്കിൽ അതുകൂടെ കഴിഞ്ഞിട്ട് പോയാൽ പോരെ? എന്തായാലും ഇത്ര ദിവസം ആയില്ലടോ. ഉമ്മച്ചിയോടൊക്കെ നാരി വിളിച്ചു പറഞ്ഞോളൂ. അല്ലേ മോളെ? ഓക്കെ ചേട്ടാ. ഇപ്പോൾ ലീവ് എടുത്തല്ലേ ഉള്ളൂ, ഇല്ലേ നാട്ടിലോട്ട് ഞങ്ങളും വന്നേനെ. നിസാം പിന്നെ നിന്നെ വിളിച്ചിരുന്നോ? ഇല്ല, പിന്നെ വിളിച്ചിട്ടില്ല. മതി മതി, അവരെ ഓടി വണ്ണം കുറച്ചോളും. നീയായിട്ട് നോക്കി ഒരിക്കൽ കാണണമെന്നില്ല. ഞാനേ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് കുറച്ച് നാളായില്ലേ, അതിന്റെ ആണെന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ നീ അകത്തെടുക്കുന്ന തന്നെയാ നല്ലത്. എന്താടാ? നമുക്കേ ലാൽബാഗ് പാർക്കിൽ പോയാലോ? അവിടെ ആകുമ്പോൾ നമുക്ക് നടക്കാൻ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. നമുക്ക് എവിടെയെങ്കിലും സ്വസ്ഥമായിട്ട്. അയ്യാടാ, മോൻ ആദ്യം ഇവിടെ കൂടുതൽ നടന്ന് പഠിക്ക്, എന്നിട്ട് മോനെ നടത്താൻ ശരിയാന്ന് തോന്നുമ്പോ ചേച്ചി പറയാം. ആരാ? ഞാൻ മുമ്പ് ജോലി ചെയ്ത സ്ഥലത്ത് തെണ്ടിയാ ശല്യം. എന്നാ പിന്നെ നമ്പർ ബ്ലോക്ക് ചെയ്തൂടെ? ഞാൻ നമ്പർ ബ്ലോക്ക് ചെയ്തതാ, പിന്നെ വേറെ നമ്പറിൽ നിന്ന് വിളിക്കാൻ തുടങ്ങി. ഹോം നേഴ്സ് എന്ന് പറഞ്ഞാൽ മറ്റെന്തൊക്കെയാന്നാ വീട്ടുള്ള വിചാരം. പയ്യനെങ്ങനെ കാണാൻ ചുള്ളനാണോ? 40-40 വയസ്സുണ്ട് അങ്ങർക്ക്. പിന്നെ ആ ചേച്ചിയും പിള്ളേരും ഓർത്തിട്ടാ പോലീസ് കംപ്ലൈന്റ് ചെയ്യാത്ത. നമുക്കെന്നാ നേരിട്ട് ചെന്ന് ആളെ കണ്ട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കിയാലോ? അയ്യോ അത് വേണ്ട. മലയാളിയാണോ അയാള്? അതെ. എന്നാ കാര്യം പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാക്കോളൂ. വെറുതെ പ്രശ്നമൊന്നും വേണ്ട. ഞാനും ഒന്ന് ഇറങ്ങിയിട്ട് കുറച്ച് നാളായില്ലേ. നീ അയാളെ വിളിച്ചിട്ട് നാളെ ഫ്രീ ആണെന്ന് നോക്കി. എന്നിട്ട് നീ ചോദിക്കേ.
കാശിന്റെ കാര്യം ഓർത്തിട്ട് നീ ടെൻഷൻ അടിക്കണ്ട. കാശിന്റെ കാര്യത്തിലേ നീ ടെൻഷൻ അടിക്കണ്ട. നീ കുറച്ചുകൂടെ സുന്ദരിയായിട്ടുണ്ടല്ലോ. എന്തിനാ പേടിക്കുന്നേ? ഞാനല്ലേ. ഇങ്ങോട്ട് നോക്കിയേ. മൂട് കളയല്ലേ. ആരും വരില്ല. പ്ലീസ് പെട്ടെന്ന് പോവാം. പ്ലീസ്. ഇവിടൊന്നും ആരും വരില്ലെന്നേ. എവിടെ പോയി കിടന്നടോ? നീ തന്നെ കൊടുത്തില്ലേ? ഇനി നീ ഒരു 2 മിനിറ്റ് വെയിറ്റ്. ഞാനൊന്ന് കണ്ടിട്ട് വരാം. വേണ്ട, വാ നമുക്ക് പോവാം. നീ പറഞ്ഞ കേക്ക്, വാ പോവാം. വരാന്നേ. സാർ വേണ്ട സാർ. വാടാ സാർ പ്ലീസ് സാർ, പ്ലീസ് സാർ. സാർ അടയ്ക്കില്ല സാർ. സോറി. അവിടെ പറയക്ക്. പോവാം. എന്നാലും ഇത്രയും വേണ്ടായിരുന്നു. ഒന്ന് വിരട്ടി വിട്ടാൽ മതിയായിരുന്നു. ഏയ് കുറഞ്ഞു പോയെന്നാ എനിക്ക് തോന്നിയത്. നീ കഴിഞ്ഞ ജന്മത്തിൽ വല്ല ക്രിമിനലോ ആയിരുന്നോ? എന്താ ഇത്രയ്ക്ക് സിമ്പിളായിട്ട് പണിയെടുക്കുന്ന ചെറുപ്പക്കാരെ പെൺകുട്ടികൾക്ക് ഇഷ്ടമല്ല? ഡോണ്ട് ദേ ലൈക്ക്?